എല്ലാവർക്കും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും എത്തിക്കാറുണ്ട് നീയത്ത് മനസ്സിൽ നൽകുമാറാകട്ടെ. നമുക്കറിയാം, പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസം അതിൻ്റെ പകുതിയും കഴിഞ്ഞ് നാം അറിയാത്ത ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ 17 കഴിഞ്ഞ് 18ാമത്തെ രാവിലാണ് നമുക്ക് സുബഹിയോടടുത്തുള്ള വെള്ളിയാഴ്ചയുടെ ഒരു പകലിലാണ് നമുക്ക് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നമുക്കറിയാം, അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചത് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ച ആദ്യത്തെ 10 റഹ്മത്തിന്റെ 10 അത് നമ്മിൽ നിന്ന് വിട്ടുപോയി. രണ്ടാമത്തെ 10 അതായത് മഗ്ഫിറത്തിന്റെ 10 നിങ്ങളെ പാപമോചനം തേടേണ്ട, ഇസ്തിഗ്ഫാർ ചെയ്യേണ്ട 10 ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. നമുക്ക് നമ്മുടെ ഈ ജീവിതത്തിന്റെ ഈ കാലം വരേക്കും നാം അല്ലാഹുവിനെ ഇഷ്ടപ്പെടാത്തതായ, ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പൊരുത്തപ്പെടാത്തതായ എത്രയോ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങൾ ചെയ്ത വെറും പാപികളാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും വലിയൊരു മഹാഭാഗ്യമാണ് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ച നിങ്ങൾ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചോദിക്കണേ. തീർച്ചയായും ഇന്ന റബ്ബക വാസിഉൽ മഗ്ഫിറ, നിന്റെ രക്ഷിതാവ് അല്ലാഹു വിശാലമായ മഗ്ഫിറത്ത് നൽകുന്നവനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ എത്ര തെറ്റ് ചെയ്താലും അല്ലാഹു തന്നെ പറയുകയാണ്, നിങ്ങൾ ഈ ആകാശം തൊട്ട് എത്ര വലിയ തെറ്റ് ചെയ്താലും ഈ ഭൂമി മുഴുവൻ നിങ്ങൾ തെറ്റ് ചെയ്താലും നിങ്ങൾ എന്നോട് ചോദിക്കണേ എങ്കിൽ തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് പുറത്തു തരുന്നവനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുകയാണ്. അതുകൊണ്ട് തന്നെ നാം എത്ര വലിയ തെറ്റുകാരനാണെങ്കിലും അല്ലാഹുവിന്റെ ഗഫൂറായ റബ്ബ് നമുക്ക് പുറത്തു തരണം. അതുകൊണ്ട് തന്നെ നമുക്ക് ഇസ്തിഗ്ഫാർ തേടേണ്ടത് നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇസ്തിഗ്ഫാർ എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരൊറ്റ നിബന്ധനയുള്ളൂ, ചോദിക്കുന്നവൻ പൊറുക്കണമേ എന്ന ശരിയായ നിയ്യത്തോടെ ചോദിക്കണമെന്ന നിബന്ധനയാണ്. ഇങ്ങനെ അല്ലാഹുവിനോട് അസ്തഗ്ഫിറുല്ലാഹ് ചോദിക്കുന്നതിനേക്കാൾ അപ്പുറം ഞാൻ ചോദിക്കുന്നത് എനിക്ക് നീ പുറത്തു തരണമേ എന്ന ശരിയായ നിയ്യത്തോടു കൂടി ഒരാൾ അല്ലാഹുവിനോട് ചോദിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരുന്നവനാണ്. ബഹുമാനപ്പെട്ട കരീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. ആ മനുഷ്യൻ ഒരു പാവിയായ മനുഷ്യൻ, എല്ലാ തമാടിത്തരമുള്ള ഒരാൾ. ആൾക്കാരൊക്കെയും തമാടിത്തരെന്ന് മാത്രമല്ല, അവന്റെ കൂടെ ആൾക്കാരൊക്കെയും അവനേക്കാളും അവൻ എങ്ങനെയെങ്കിലും മോശമാക്കുന്ന രീതിയിലുള്ള ഒരാൾ, വളരെ മോശമായ രീതിയിൽ മോശമായിട്ട് പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആൾക്കാരൊക്കെ മോശത്തിലേക്ക് നയിക്കുന്ന ഒരാൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ആ ജനങ്ങൾക്കൊക്കെ ഇയാളെ തൊട്ട് വളരെ പ്രയാസമായി. അങ്ങനെ ബഹുമാനപ്പെട്ട കരീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് വന്ന് ആ ജനങ്ങൾ പറയുകയാണ്, അല്ലയോ പ്രവാചകരെ, ഈ മനുഷ്യനെ തൊട്ട് നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എല്ലാ ആൾക്കാരെയും മോശമാക്കുവാൻ എല്ലാ കളത്തിലും ഉണ്ടാവും. ഏത് കളവ് നടന്നാലും ഈ മനുഷ്യനില്ലാത്ത ഒരു കളവ് ഈ നാട്ടിലില്ല. അതുകൊണ്ട് അള്ളാഹുവിനോട് എന്തെങ്കിലും ഇതിനുള്ള ഒരു ഇതായി നീ ഇതിന് അള്ളാഹുവിനോട് എന്തെങ്കിലും ചോദിക്കണേ, ഈ മനുഷ്യന് എന്തെങ്കിലും ചെയ്യാൻ ചോദിക്കണേ എന്ന് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞ അവസരത്തിൽ മൂസാ നബി അല്ലാഹുവോട് ചോദിക്കുന്നു, അല്ലാഹുവേ ഇതിനെന്താണ് പ്രതിവിധി റബ്ബേ, നീ എന്തെങ്കിലും കാണിച്ചു തരണേ എന്ന് പറഞ്ഞ അവസരത്തിൽ അല്ലാഹു പറയുന്നു, ഈ മനുഷ്യനെ നീ വേറൊരു നാട്ടിലേക്ക് നാട് കടത്തുക മൂസ. അങ്ങനെ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ മനുഷ്യനെ വേറൊരു നാട്ടിലേക്ക് നാട് കടത്തുകയാണ്. അങ്ങനെ ആ നാട്ടിൽ ആദ്യമൊക്കെ എന്ത് പ്രശ്നമില്ലാതെ നടന്ന് കുറച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും ഇതേപോലെ ആ മനുഷ്യൻ തെറ്റിൽ നിന്ന് തെറ്റിലേക്കും ആ നാട്ടിലുണ്ടായിരുന്ന നല്ല ആൾക്കാരൊക്കെയും ഇയാളെ കൂടി ചങ്ങായിപ്പാടായി കമ്പനിയായി മോശത്തരത്തിലേക്ക് ഇങ്ങനെ പോയി. അങ്ങനെ വീണ്ടും ആ നാട്ടിൽ വളരെ മോശമായ പ്രവർത്തനങ്ങളൊക്കെ കൂടി വരാൻ തുടങ്ങി. അങ്ങനെ ആ നാട്ടുകാർ വന്ന് മൂസാ നബിയോട് അലൈഹിസ്സലാമിനോട് പറഞ്ഞു, മൂസാ നബിയെ, എല്ലാ വേസ്റ്റുകളും തള്ളാനുള്ള ഒരു നാടാണ് മൂസാ നബിയെ. ഈ മനുഷ്യൻ വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ നാടൊക്കെ നല്ല നാടായിരുന്നു. എന്ത് തെറ്റുകളൊക്കെ വളരെ കുറവുള്ള
കളവൊക്കെ വളരെ കുറവുള്ള ഒരു നാടായിരുന്നു മൂസ നബി അലൈഹിസ്സലാമെ. ഈ മനുഷ്യൻ വന്ന് പിന്നെ മൊത്തം കുറ്റങ്ങളും തെറ്റുകളും കള്ളത്തരങ്ങളും എല്ലാമായി മാറിയിരിക്കുന്ന നബിയെ. അതുകൊണ്ട് എന്തെങ്കിലും ഈ മനുഷ്യനെ ഇവിടുന്ന് പുറത്താക്കിയില്ല എങ്കിൽ, ഈ നാട്ടിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രതിവിധി കണ്ടില്ല എങ്കിൽ ഈ നാട് വളരെ മോശത്തിലേക്ക് പോകും നബി എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി ചോദിക്കുന്ന, റബ്ബേ ഞാൻ പെട്ടുപോയി, ഇനി എന്ത് ചെയ്യണം? അവിടെ നിന്നാലും ഇവിടെ നിന്നാലും എല്ലാവർക്കും ഈ മനുഷ്യൻ വളരെ തെറ്റിലേക്ക് പോകുന്ന മനുഷ്യനാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മൂസ നീ ആരുമില്ലാത്ത ഒരു ദ്വീപിലേക്ക്, ഒരു സ്ഥലത്തിലേക്ക് നാട് കടത്തുക. അങ്ങനെ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ മനുഷ്യനെ ആരുമില്ലാത്ത ഒരു ദ്വീപിലേക്ക് നാട് കടത്തുകയാണ്. അങ്ങനെ ആ നാട്ടിലെത്തിയ അവസരത്തിൽ ആരുമില്ല, അള്ളാഹുവിന്റെ ഒരു മഖ്ലൂഖുമില്ലാത്ത ഒരവസ്ഥ, ഒരു മനുഷ്യനുമില്ല. അവിടെയാണെങ്കിൽ കടലിലെ വെള്ളം കുടിച്ച് എപ്പോഴെങ്കിലും വരുന്ന മത്സ്യങ്ങളൊക്കെ തിന്ന് ആ മനുഷ്യൻ ജീവിക്കാൻ തുടങ്ങി. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞ് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ആ മനുഷ്യൻ ഏകാന്തമായി. അങ്ങനെ ഏകാന്തമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയോടെ ആ മനുഷ്യനിക്ക് ഒരു മഖ്ലൂഖുമില്ലാത്ത ഒരു തെറ്റിലേക്കുള്ള ഒരു വഴി പോലും ഇല്ലാത്തൊരവസ്ഥ വന്നു. മാത്രമല്ല ആ മനുഷ്യൻ രോഗിയായ ഒരു അവസരം വന്നു. ആ മനുഷ്യൻ ആ കടലിലെ വെള്ളം കുടിച്ചും അതുപോലെ തന്നെ മത്സ്യങ്ങളൊക്കെ കഴിച്ചും ഒരു രോഗിയായി, രോഗമുള്ള ഒരു അവസ്ഥയായി മാറി. അതിനുശേഷം ഒരു ദിവസം ആ മനുഷ്യൻ രസമൊക്കെ ഊരി നെഞ്ചൊക്കെ മണ്ണിനോട് ചേർത്തുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുന്നു, യാ ഇലാഹി, ഓ റബ്ബേ, അല്ലാഹുവേ, ഒരാരുമില്ലാത്ത ഈ അവസരത്തിൽ റബ്ബേ ഞാൻ കുറെ തെറ്റുകൾ ചെയ്തു പോയി അല്ലാഹ് എന്നൊരു ബോധം ആ മനുഷ്യനിക്ക് വരികയാണ്. ആരാരുമില്ലാത്ത ആ അവസരത്തിൽ ആ മനുഷ്യൻ ചിന്തിച്ചു പോകുന്നു, റബ്ബേ ഞാനുള്ള അവസരത്തിൽ, ഞാൻ ആ നാട്ടിലുള്ള അവസരത്തിൽ ചെയ്തു പോയ തെറ്റുകളൊക്കെ ഏകാന്തമായി ഒറ്റക്ക് അനുഭവപ്പെടുന്ന അവസരത്തിൽ ആ മനുഷ്യൻ അല്ലാഹുവിനോട് ഇങ്ങനെ പറയുകയാണ്, റബ്ബേ, അല്ലാഹുവേ, ഞാൻ തെറ്റ് ചെയ്തു പോയി തമ്പുരാനെ, അല്ലാഹുവേ എനിക്ക് നീ മാപ്പ് നൽകണേ അല്ലാഹ്, നീ റഹ്മത്ത് കൊണ്ട് നിറഞ്ഞവനാണല്ല അല്ലാഹ്, നീ ഗഫൂറാണല്ല തമ്പുരാനെ, നീ എനിക്ക് പുറത്തു തരണേ തമ്പുരാനെ എന്ന് പറഞ്ഞ അവസരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ആ വിളി കൊണ്ട് ആ മനുഷ്യനിക്ക് അല്ലാഹു പുറത്തു കൊടുക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യന്റെ വിളിക്ക് ഉത്തരം നൽകുകയാണ്. കാരണം ആ നാട്ടിലുള്ള അവസരത്തിലൊക്കെ അവൻ എന്നോട് ചോദിച്ചിട്ടുണ്ട്, പക്ഷേ ആ ചോദ്യത്തിനേക്കും വലിയൊരു ആത്മാർത്ഥ ഉണ്ടായിട്ടില്ല. കുറച്ചു കാലം കഴിഞ്ഞ് അതിലേക്ക് വീണ്ടും തെറ്റിലേക്ക് പോകും, അതിനുള്ള അവസരം ഉണ്ടാകും. എന്നാൽ ഈ മനുഷ്യൻ ഇപ്പോൾ ചോദിക്കുന്നത്, അല്ലാഹുവേ, ഞാൻ ആരുമില്ലാത്ത ഒരവസ്ഥയാണ്, എന്റെ മാതാപിതാക്കളോ എന്റെ ഭാര്യ സന്താനങ്ങളോ മക്കളോ ഇല്ലാത്ത ഒരു ഏകാന്തമായ സ്ഥലത്ത് നീ മാത്രമാണ് തുണ റബ്ബേ, അല്ലാഹുവേ എനിക്ക് നീ പുറത്തു തരണമേ എന്ന് ചോദിച്ച അവസരത്തിൽ അല്ലാഹു പുറത്തു കൊടുക്കുകയാണ്. എന്നിട്ട് ആ മനുഷ്യൻ അല്ലാഹുവിനോട് ചോദിക്കുന്നു, അല്ലാഹുവേ എനിക്ക് പുറത്തു തരണമേ, നീ പുറത്തു തന്നിട്ടുണ്ട് എങ്കിൽ എന്റെ ഭാര്യയെയും മക്കളെയും അതുപോലെ തന്നെ എന്റെ കുറച്ച് കൂട്ടുകാരെയും നീ എന്നെ കാണാൻ അതിലേക്ക് എനിക്കൊരു ആശയുണ്ട് തമ്പുരാനെ, നീ എനിക്ക് ഈ നാട്ടിലേക്ക് നീ അയക്കണേ അല്ലാഹ് എന്ന് പറഞ്ഞ അവസരത്തില് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യന്റെ വാപ്പയുടെയും ഉമ്മയുടെയും അതുപോലെ തന്നെ ഭാര്യയുടെയും മക്കളുടെയും കൂട്ടുകാരുടെയും രൂപത്തില് മലക്കുകളെ ആ ദ്വീപിലേക്ക് അയക്കുകയാണ്. എന്നിട്ട് ആ മനുഷ്യനോട് സംസാരിച്ചതിന് ശേഷം ആ വന്ന ആൾക്കാരൊക്കെയും തിരിച്ചു പോവുകയാണ്. കുറച്ചു കഴിഞ്ഞ് ആ മനുഷ്യൻ അല്ലാഹുവിലേക്ക് വിട്ടുപിരിയുകയാണ്, അല്ലാഹുവിന്റെ ലോകത്തിലേക്ക് മരിച്ചു പോവുകയാണ്. അങ്ങനെ ഇരിക്കെ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു അറിയിക്കുന്നു, മൂസാ, എന്നാൽ ഇന്നൊരു സ്ഥലത്ത് ഒരു മനുഷ്യന്റെ ഇഷ്ടദാസൻ മരിച്ചു പോയിട്ടുണ്ട് മൂസാ, നീ ആ മനുഷ്യനെ കുളിപ്പിക്കണമേ, ആ മനുഷ്യനെ ഖബർ പൊഴിക്കണമേ, ആ മനുഷ്യന് വേണ്ട എല്ലാ സൗകര്യങ്ങളും നീ ചെയ്തു കൊടുക്കണേ മൂസാ എന്ന് പറയുകയാണ്. ആരോടാണ് അല്ലാഹു പറയുന്നത്? കലീമുല്ലാഹി മൂസാ നബി അലൈഹി സലാമിനോടാണ്. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സലാം ആ സ്ഥലത്തേക്ക് പോവുകയാണ്. എന്നിട്ട് ആ മനുഷ്യനെ കണ്ടപ്പോൾ അല്ലാഹുവിനോട് ചോദിക്കുന്നു, റബ്ബേ, അല്ലാഹുവേ, നീ ഉദ്ദേശിച്ചാണ്, നീ പറഞ്ഞാൽ ഈ മനുഷ്യനെ തന്നെയാണോ, അല്ല ഈ ദ്വീപിൽ വേറെ ആരെങ്കിലും ഉണ്ടോ? കാരണം നീ പറഞ്ഞു നിന്റെ ഇഷ്ടദാസനായ ഒരാൾ ആ ദ്വീപിലുണ്ട് എന്നാണ്. എന്നാൽ ഈ മനുഷ്യനൊക്കെയും തെറ്റുകൾ ചെയ്ത് ആ നാട്ടും ഈ നാട്ടുകാരും ഒക്കെ ഒഴിവാക്കിയ ആളാണ്. നാട്ടുകാരൊക്കെ പറഞ്ഞു ഒരിക്കലും ഇവൻ നന്നാവുകയില്ല, ഇവന് ദുആ അല്ലാഹു സ്വീകരിക്കുകയില്ല, ഇവനിക്ക് ഒരിക്കലും പുറത്തു കൊടുക്കുകയില്ല എന്ന് പറഞ്ഞ് നാട്ടുകാരൊക്കെ ഓടിച്ച ആളാണ് റബ്ബേ.
ഈ മനുഷ്യനാണോ എന്ന് ചോദിച്ച അവസരത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, മൂസ ഈ മനുഷ്യൻ തന്നെയാണ്. കാരണം ഈ മനുഷ്യൻ ഏകാന്തമായ ജീവിതത്തില് ആരുമില്ലാത്ത അവസരത്തില് അല്ലാഹു അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ മനുഷ്യനിക്ക് ഖബർ കുഴിക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഗഫൂറാണ്. അല്ലാഹു പുറത്തു കൊടുക്കാത്തതായി ഏതൊന്നുമില്ല. അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് നാമൊക്കെ എത്രയോ പ്രാവശ്യം ചെല്ലുന്നവരാണ്. ആർക്ക് വേണ്ടിയാണ് നാം ഇസ്തിഗ്ഫാർ ചെയ്യുന്നത്? നാം ഓരോ അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുമ്പോൾ നാം ചെയ്തു പോയ തെറ്റുകളെ കുറിച്ച് നമുക്കൊരു ബോധമുണ്ടാവണം. എന്തുകൊണ്ടാണ് ഇസ്തിഗ്ഫാർ തേടുന്നത്? അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വഇന്നീ ലഅസ്തഗ്ഫിറുല്ലാഹി ഫിൽ യൗമി മിഅത മറ. ഞാൻ എല്ലാ ദിവസവും 100 പ്രാവശ്യം അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചോദിക്കാറുണ്ടായിരുന്നു. നാം ചിന്തിക്കണം, ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ തെറ്റ് ചെയ്തിട്ടുകൊണ്ടാണോ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചോദിക്കുന്നത്? അല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ നിഅമത്തുകളുണ്ടല്ലോ, എനിക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്കുണ്ടല്ലോ, അതിന് പരിപൂർണമായ ശുക്ർ മാത്രമാണ്. അതുകൊണ്ട് നാം അസ്തഗ്ഫിറുല്ലാഹ് ചോദിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഒരു പൊറുക്കലിനെ തേടൽ മാത്രമല്ല, വെറും പൊറുക്കലിനെ തേടൽ മാത്രമായ ഇസ്തിഗ്ഫാർ അല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്ന് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയൽ കൊണ്ട് നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ നടപ്പിലാക്കി തരുന്നതാണ്. ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഒരു ദിവസം യാത്ര ചെയ്യുകയാണ്. ഇങ്ങനെ യാത്ര ചെയ്ത അവസരത്തിൽ ഇശാ നിസ്കരിക്കാൻ വേണ്ടി ഒരു പള്ളിയിൽ കയറുകയാണ്. അങ്ങനെ നിസ്കരിച്ചപ്പോൾ ആ പള്ളി അടക്കുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യൻ ഈ പള്ളി അടക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. പള്ളി പൂട്ടി പുറത്തു പോകുന്ന, വീട്ടിൽ പോകുന്ന ഒരാൾ. പക്ഷേ ബഹുമാനപ്പെട്ട ഒരാൾ അവിടെ നിസ്കരിച്ച് ദിക്ർ ചെല്ലുകയാണ്. അത് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ആയിരുന്നു. ആ മനുഷ്യൻ പറയണം, ഞാൻ ഈ പള്ളി പൂട്ടി പോകുകയാണ്, അതുകൊണ്ട് നിങ്ങൾ പുറത്തിറങ്ങണമെന്ന് പറഞ്ഞ അവസരത്തിൽ ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഒരു ഉദ്ദേശമുണ്ടായിരുന്നു. അവിടെ കിടന്ന് രാവിലെ പോയാൽ മതി, കാരണം കുറെ യാത്ര ചെയ്തു വന്നതാണ്, ഇനി പോകാനൊന്നും സമയവുമില്ല. അതുകൊണ്ട് അങ്ങനെ ഉദ്ദേശിച്ച ബഹുമാനപ്പെട്ട അഹ്മദ് റളിയല്ലാഹു അൻഹു ആ മനുഷ്യനോട് പറഞ്ഞു, ഞാൻ രാവിലെ പോകാം, ഞാൻ ഇവിടെ കിടന്നോട്ടെ. അപ്പോൾ അയാൾ പറഞ്ഞു, ഇവിടെ കിടക്കാൻ പറ്റൂല. അപ്പോൾ അഹ്മദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ അഹ്മദിന്റെ അമ്പലാണ്. ആ മനുഷ്യൻ പറഞ്ഞു, ഏത് അമ്പലാണെങ്കിലും ഇവിടെ കിടക്കാൻ പറ്റൂല. കുറെ ആൾ ഇങ്ങനെ വന്ന് പറയാറുണ്ട്, ഇങ്ങനത്തെ ആളാണ്, ഇബ്രാഹിം അദ്ദേഹമാണെന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ആരും ഇപ്പോൾ കിടക്കാൻ സാധിക്കില്ല, പള്ളി പൂട്ടി നിയമം എന്നാണ് ഈ കമ്മിറ്റിയുടെ, ഈ ആൾക്കാരുടെ, ഈ പള്ളിയുടെ നിയമം. അതുകൊണ്ട് നിങ്ങൾ പുറത്തിറങ്ങണേ എന്ന് പറഞ്ഞ അവസരത്തില് ബഹുമാനപ്പെട്ട അഹ്മദ് റളിയല്ലാഹു അൻഹു പുറത്തിറങ്ങുകയാണ്. അങ്ങനെ അവരോട് വാദിക്കാതെ പുറത്തിറങ്ങി പോയി. ഇങ്ങനെ ഏതെങ്കിലും ഒരു പുരയിൽ അഭയം പ്രാപിക്കാമെന്ന് കരുതുന്ന അവസരത്തില് ഒരു വീട്ടിൽ ഒരു വെളിച്ചം കാണുകയാണ്. അങ്ങനെ ആ വീട്ടുകാരോട് ചോദിക്കുന്നു, ഞാൻ ഇന്ന് ഇവിടെ കിടന്നോട്ടെ, ഞാൻ ഇങ്ങനെ യാത്ര ചെയ്തു വന്ന ആളാണ്, ഞാൻ ഇവിടെ കിടന്നോട്ടെ എന്ന് പറഞ്ഞ അവസരത്തില് നിങ്ങൾ കിടന്നോളെ എന്ന് പറഞ്ഞ് നിങ്ങൾ ആരാണെന്ന് ചോദിച്ചപ്പോൾ ഞാനൊരു മുസാഫിറാണ്, ഞാനൊരു യാത്രക്കാരൻ എന്ന് പറയുകയാണ്. അങ്ങനെ അയാൾ ബഹുമാനപ്പെട്ട അഹ്മദ് റളിയല്ലാഹു അൻഹു റൂമിൽ കിടക്കുന്ന അവസരത്തിൽ മറ്റേ റൂമിൽ നിന്ന് ഒരു ഇസ്തിഗ്ഫാർ കേൾക്കുകയാണ്. അസ്തഗ്ഫിറുല്ലാഹ് 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 എന്ന് 100 പ്രാവശ്യമല്ല, കുറെ പ്രാവശ്യം രാത്രി വൈകി ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അഹ്മദ് റളിയല്ലാഹു അൻഹു ആ റൂമിലേക്ക് പോയി. എന്നിട്ട് ആ മനുഷ്യനോട് ചോദിക്കുന്നു, ആ വീട്ടുകാരനായ ആ മനുഷ്യനോട് ചോദിക്കുന്നു, നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? എന്തിനാണ് ഇത്രയും ഇസ്തിഗ്ഫാർ അല്ലാഹുവിനോട് ചോദിക്കുന്നത്? നിങ്ങൾ എന്തെങ്കിലും അല്ലാഹു പൊറുക്കാത്ത എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയ മനുഷ്യനാണോ എന്ന് ചോദിച്ച അവസരത്തിൽ ബഹുമാനപ്പെട്ട ആ മനുഷ്യൻ പറയുന്നു, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, എനിക്ക് ഒറ്റൊരു അഭിലാഷമുണ്ട്, എന്റെ എല്ലാ മുറാദുകളും അല്ലാഹു ഹാസിലാക്കി തന്നവനാണ്. എന്നാൽ ഒറ്റൊരു മുറാദ് ഞാൻ 10-20 വർഷത്തോളമായി അല്ലാഹുവിനോട് ചോദിക്കുന്നു, അല്ലാഹു ഇതുവരെ എനിക്കത് ഹാസിലാക്കി തന്നിട്ടില്ല. അത് കഴിഞ്ഞ് ഞാൻ മരിച്ചാലും എനിക്ക് പ്രശ്നമില്ല. എന്ന് മാത്രമല്ല, ആ മുറാദ് കഴിഞ്ഞാൽ ഞാൻ എപ്പോ മരിച്ചാലും എനിക്ക് പ്രശ്നമില്ല. പക്ഷെ ഒരു ആഗ്രഹമുണ്ട്, അതുകൊണ്ട് ഞാൻ അല്ലാഹുവിനോട് അസ്തഗ്ഫിറുല്ലാഹ് ചോദിക്കുന്നതാണ്. ബഹുമാനപ്പെട്ടവരോട് ചോദിച്ചു, എന്താണ് നിന്റെ ആഗ്രഹം? അപ്പോൾ ബഹുമാനപ്പെട്ടവരോട് പറയുകയാണ്, അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ശൈബാനി എന്ന വലിയൊരു മഹാനുണ്ട്. 10 ലക്ഷത്തോളം ഹദീസ് മനഃപാഠമുള്ള ഇമാം അഹ്ലുസ് സുന്ന എന്നറിയപ്പെടുന്ന വലിയൊരു മഹാനായ ഒരു മനുഷ്യനുണ്ട്. അയാളെ കാണണമെന്നുള്ള 20 വർഷത്തോളമുള്ള ആഗ്രഹമാണ്
വേണ്ടിയാണ് ഞാൻ അള്ളാഹുവിനോട് ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ദിവസം 20 വർഷത്തോളം ഞാൻ ആഗ്രഹിക്കുന്നതാണ്, എന്നാൽ ഇതുവരെ അതെനിക്ക് സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞ അവസരത്തില് ബഹുമാനപ്പെട്ട അഹ്മദ് റളിയല്ലാഹു അൻഹു പറയുകയാണ് ആ മനുഷ്യനോട്, എന്നാൽ നിന്റെ ഇസ്തിഗ്ഫാർ നിർത്തിക്കോ, ആ അഹ്മദ് ബിൻ ഹംബൽ ഞാനാണ്. ആ പറഞ്ഞ അവസരത്തില് ബഹുമാനപ്പെട്ടവരെ ബോധ്യപ്പെടുത്തുകയാണ്, ആ ബഹുമാനപ്പെട്ടവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുകയാണ്. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയൽ കൊണ്ട് നമുക്ക് വിചാരിക്കുന്നത് പോലെ അല്ലാഹു പുറത്തു തരണേ എന്ന് മാത്രമല്ല, എന്ത് ഉദ്ദേശമുണ്ടെങ്കിലും നിങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലണേ എന്നാണ് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചത്. അതാണ് ബഹുമാനപ്പെട്ട അഹ്മദ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ നാം മനസ്സിലാക്കേണ്ടത്. കാരണം ആ മനുഷ്യനിക്ക് അഹ്മദ് റളിയല്ലാഹു അൻഹു പള്ളിയിൽ നിന്ന് പുറത്താക്കുകയും അങ്ങനെ ആ വീട് തന്നെ അല്ലാഹു എത്തിക്കുകയും ആ ഇസ്തിഗ്ഫാർ കേൾക്കുകയും ആ മനുഷ്യനോട് സംസാരിക്കാൻ കഴിയുകയുമുള്ളത് അല്ലാഹുവിന്റെ വിധിയാണ്. 20 വർഷത്തോളം ആ മനുഷ്യൻ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ കേട്ടത് കൊണ്ടുള്ള അല്ലാഹുവിന്റെ ആ മുറാദ് ഹാസിലാക്കലാണ്. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ട കാര്യം, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയൽ കൊണ്ട് വെറും ഇസ്തിഗ്ഫാർ പൊറുക്കൽ തേടൽ മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ആ എന്ത് മുറാദും എന്ത് കാര്യങ്ങളും ഹാസിലാക്കാനുള്ള ഒരു കാര്യമാണ്. അതാണ് അല്ലാഹു ഖുർആനിൽ പറയുന്നത്, ഫഖുൽ തസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലുസ് സമാഅ അലൈക്കും മിദ്റാറാ ويمددكم بأموال وبنين ويجعل لكم جنات ويجعل لكم أنهارا. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാം 950 വർഷത്തോളം ബഹുമാനപ്പെട്ട നൂഹ് അലൈഹിസ്സലാം പ്രബോധനം ചെയ്ത മഹാനാണ്. ജനങ്ങളോട് പറഞ്ഞത്, വഖുൽ തസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനോട് നിങ്ങളുടെ പൊറുക്കലിനെ ചോദിക്കണേ, ഇന്നഹു കാന ഗഫാറാ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുന്നവനാണ്. നിങ്ങൾ എത്ര വർഷങ്ങളായി പുറത്ത് അല്ലാഹുവിനോട് പാപം ചെയ്തവരാണ്, നിങ്ങൾ അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കണേ. എന്നാൽ അങ്ങനെ നിങ്ങൾ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചോദിക്കാൻ സമൃദ്ധമായ മഴ അല്ലാഹു നൽകുന്നതാണ്. മഴയില്ലാത്ത അവസരത്തിൽ ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു തോട്ടത്തിൽ ഇരുന്നു കൊണ്ട് അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചോദിക്കുകയാണ്. അപ്പോൾ സഹാബാക്കൾ ചോദിക്കുന്നു, ബാക്കിയുള്ള അനുയായികൾ ചോദിക്കുന്നു, എന്താണ് നിങ്ങൾ ഇങ്ങനെ ഇസ്തിഗ്ഫാർ പറയാൻ കാരണം? അപ്പോൾ ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മഴയില്ലാത്ത ഒരവസ്ഥയാണ്, അതുകൊണ്ട് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ അല്ലാഹു മഴ തരുമെന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇസ്തിഗ്ഫാർ ചോദിക്കുന്നതാണ്. അങ്ങനെ ആ ചോദിക്കുന്ന അവസരത്തിൽ തന്നെ അല്ലാഹുവിന്റെ റഹ്മത്തായ മഴ പെയ്യുകയും മാത്രമല്ല, അനുയായികൾ പറയുകയാണ്, ആ ബഹുമാനപ്പെട്ടവരുടെ തോട്ടത്തിലല്ലാതെ പുറത്ത് ഒരു മഴ പോലും വന്നില്ല എന്നാണ് ചരിത്രത്തിൽ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്, നിങ്ങൾക്ക് സമൃദ്ധമായ മഴ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ എങ്കിൽ നിങ്ങൾ അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കണേ. നിങ്ങൾക്ക് സമ്പത്തില്ലാത്ത അവസ്ഥയാണോ, നിങ്ങൾക്ക് ജോലിയില്ലാത്ത അവസ്ഥയാണോ, ജോലിയിൽ എന്തെങ്കിലും ശരിയില്ലാത്ത അവസ്ഥയാണെങ്കിൽ നിങ്ങൾ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചോദിക്കണേ. നിങ്ങൾക്ക് മക്കളില്ലാത്തവരാണോ, മക്കളിൽ നിങ്ങൾക്ക് ബർക്കത്തില്ലാത്തവരാണ് എങ്കിലും മക്കളില്ലാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഇസ്തിഗ്ഫാർ ചോദിക്കണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് മക്കളില്ലാത്തവരുണ്ടെങ്കിൽ അസ്തഗ്ഫിറുല്ലാഹൽ എന്ന മഹത്തായ ഈ വാക്കുകൾ പറഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്താൽ തീർച്ചയായും അതിനുള്ള ഒരു കാരണമാക്കി അല്ലാഹു മാറ്റുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒക്കെയും ദോഷങ്ങൾ അല്ലാഹുവേ നീ പുറത്തു തരണേ റബ്ബേ. അല്ലാഹുവേ നിന്നോട് എത്രയോ ചോദിക്കുന്നവരാണ് റബ്ബേ. അല്ലാഹുവേ നീ വലിയ റഹ്മത്തുള്ളവരാണ്, നീ കരുണ ചെയ്യുന്നവരാണ്, നീ ഗഫൂറാണ് റബ്ബേ. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ മൂസാ നബിയുടെ കാലത്ത് ആ മനുഷ്യനിക്ക് മാപ്പ് നൽകിയതായ അതുപോലെയുള്ള മാപ്പ് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ അത്തരം തെറ്റുകൾ ചെയ്തിട്ടില്ല എങ്കിലും വെറും പാപികളാണ് തമ്പുരാനെ റബ്ബേ, ഞങ്ങൾക്ക് നീ പൊറുക്കണേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ പൊറുക്കണേ അല്ലാഹ്. നിന്റെ റഹ്മത്തായ നിന്റെ അല്ലാഹുവേ നിന്റെ വിശാലത കൊണ്ട് റബ്ബേ ഞങ്ങൾക്ക് നീ പുറത്തു തരണേ അല്ലാഹ്.
അല്ലാഹുവേ ഞാൻ നീ പുറത്തില്ല എങ്കിൽ ഞങ്ങൾക്ക് രക്ഷയില്ല തമ്പുരാനെ. ഈ ദുനിയാവ് ചെറിയ ഹസ്സമായ ജീവിതമാണ് തമ്പുരാനെ. കുറഞ്ഞ ജീവിതത്തിൽ ഞങ്ങൾ എന്തെല്ലാം തെറ്റ് ചെയ്തു പോയി തമ്പുരാനെ. ഇതുവരെ ഈ നിമിഷം വരെ ഞങ്ങൾ ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾ ഇത് ചെയ്യാൻ പോകുന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും നീ പുറത്തു തരണേ അല്ലാഹ്. അല്ലാഹുവേ എപ്പോഴും നിന്നോട് പറയുന്നു റബ്ബേ ഞങ്ങൾ ഒരിക്കലും തെറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞ് വീണ്ടും തെറ്റിലേക്ക് പോവുകയാണ് അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ കാണുന്നതും കേൾക്കുന്നതും അറിയുന്നതും തൊടുന്നതും അതുപോലെ തന്നെ ആഗ്രഹിക്കുന്നതുമെല്ലാം തെറ്റാണ് അല്ലാഹ്. അല്ലാഹുവേ ഈ ലോകത്തിന്റെ തെറ്റിൽ ഇങ്ങനെ മൂടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് തമ്പുരാനെ. ഞങ്ങളെ ദോഷങ്ങളൊക്കെ നീ പൊറുക്കണേ അല്ലാഹ്. അല്ലാഹുവേ ദോഷങ്ങൾ പുറത്തു തരണേ അല്ലാഹ്. ഞങ്ങൾക്ക് മാപ്പ് നൽകണേ റബ്ബേ. വളരെ പവിത്രമായ ഈ വെള്ളിയാഴ്ചയുടെ രാവിലെ ഞങ്ങൾ ചോദിക്കുന്നു റബ്ബേ, അല്ലാഹുവേ നീ പുറത്ത് മാപ്പ് നൽകണേ അല്ലാഹ്. ഞങ്ങളെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളെ ഇവിടെ ഒരുമിച്ച് കൂടി എല്ലാ ആൾക്കാർക്കും നീ പുറത്തു കൊടുക്കണേ റബ്ബേ. ഞങ്ങളൊക്കെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഇതുപോലെ നാളെ സ്വർഗ്ഗത്തിൽ നീ ഒരുമിച്ച് കൂടി അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളോട് ബന്ധപ്പെട്ട എല്ലാ ആൾക്കാരെയും അല്ലാഹുവേ നീ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് മരിച്ചുപോയ എല്ലാ ആൾക്കാർക്കും അതുപോലെ ഇന്നത്തെ ദിവസം മരിച്ച എല്ലാ ആൾക്കാർക്കും ഇതുവരെ മരിച്ചു പോയ എല്ലാ മുഅ്മിനായ മനുഷ്യർക്കും നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി നീ അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ ഖബറൊക്കെ നീ വിശാലമാക്കണേ റബ്ബേ. ഞങ്ങളിൽ നിന്ന് പല ആൾക്കാരും കൊണ്ട് കഷ്ടപ്പെടുന്നവരാണ് റബ്ബേ. അല്ലാഹുവേ ആയുധമാണ് പ്രാർത്ഥന റബ്ബേ. ഏറ്റവും വലിയ ആയുധം പ്രാർത്ഥനയാണ് തമ്പുരാനെ. നീ ശിഫ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ നിന്റെ റഹ്മത്ത് കൊണ്ട് നീ ശിഫയാക്കണേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളൊക്കെ നീ നന്നാക്കണേ റബ്ബേ. അല്ലാഹുവേ നല്ല ജനങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാഹ്. നിന്റെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. അല്ലാഹുവേ നിന്റെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തണേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളൊക്കെ നിന്റെ റഹ്മത്തിന്റെ നോട്ടം നോക്കി നീ അനുഗ്രഹിക്കണേ റബ്ബേ. ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. അല്ലാഹുവേ എല്ലാ താപടങ്ങളും ബലാലും മുസീബത്തുകളും തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. അവസാനം മരിക്കുന്ന സമയത്ത് ഈമാൻ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ആഖിബത്ത് നന്നായി മരിക്കുന്ന യഥാർത്ഥ സജ്ജനങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റബ്ബേ. അല്ലാഹുവേ ഇബ്ലീസിന്റെ ശർറിനെ തൊട്ട് ഞങ്ങളെ കാക്കണേ റബ്ബേ. അല്ലാഹുവേ മരിക്കുന്ന സമയത്ത് ഇബ്ലീസിന്റെ ശർറിനെ തൊട്ട് കാക്കണേ അല്ലാഹ്. അല്ലാഹുവേ മരിക്കുമ്പോൾ ഈമാൻ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.